അത് ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് ഏലമലക്കാടുകൾ എന്നാ കേട്ടോ. ആ പേര് വരാനുള്ള കാരണം ഏലം ജനിച്ചു വളർന്ന മണ്ണാണ്. അതുകൊണ്ടാണ് ഏലമലക്കാടുകൾ എന്നാണ് ഇതിന് പറയുന്നത്. അന്നേരം ഏലത്തിന്റെ ജന്മഭൂമിയാണ്. ഇതാണ് ഏലം. ഇതിന് പൂ വരും. പൂ പരാഗണം നടക്കാൻ തേനീച്ച വേണം. അതിന് തേനീച്ച നമ്മൾ അത്യന്താപേക്ഷിതമാണ്, കുറയാൻ പാടില്ല. അതുകൊണ്ട് തേനീച്ച കൃഷി ഇടവിളയായിട്ട് ചെയ്യാം. അതിന് പറയുന്ന ഒരു എപ്പിക്കൾച്ചർ എന്നാണ്, ഇടവിളയായിട്ട് തേനീച്ച കൃഷി ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഗുണം തേൻ വിൽക്കാനും കിട്ടും, നല്ല തേൻ വിൽക്കാൻ കിട്ടും. പൂ പരാഗണം നടന്ന് കാ വന്ന് വിളയാനായിട്ടുള്ള ദൈർഘ്യം 7-8 മാസം എടുക്കും. പക്ഷെ എല്ലാ ദിവസവും പൂ വരും, എല്ലാ ദിവസവും കായും വന്നുകൊണ്ടിരിക്കും. ഇന്ന് പറിക്കുന്ന കാ 8 മാസം മുന്നേ വന്ന പൂവാണ്. അന്നേരം എല്ലാ ദിവസവും പൂ വരും, എല്ലാ ദിവസവും പോയി പറിക്കുന്നില്ല. തേങ്ങ ഇടുന്ന പോലെ തന്നെ ഒരു 30 കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ വിളഞ്ഞതും പഴമായിട്ടുള്ള നോക്കി ഒന്നൊന്നായിട്ട് നോക്കിയെടുക്കണം. എന്നിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് അവിടെ ഒരു ഡ്രയർ ഉണ്ട്, അതിനകത്ത് ഇട്ടിട്ടാണ് ഉണങ്ങുന്നത്. ഇതിന്റെ ഈ തണ്ടിന്റെ ആയുസ് ഒരു 4 വർഷമോ 4 വർഷം തണ്ട് ഉണങ്ങി പോകും. അതിന്റെ കൂടെ വന്ന് ശരവും ഉണങ്ങിപ്പോകും. പക്ഷെ വാഴ പോലെ അടുത്തത് പൊട്ടിക്കെളുത്ത് വേറെ വരും. അതിന് അതേ തന്നെ ശരം വരും, അതേ പിന്നെയും കാ വരും. ഓക്കെ, അതിൽ എപ്പോഴും ഇത് ഏലം പെണ്ണാണ്, കുരുമുളകാണും ഇത് പെണ്ണുമോ. അതുകൊണ്ട് ഇതിന് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം. ക്ലീൻ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ മാത്രം ഇത് കാതരുത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ലേബർ വർക്ക് കൂടുതലുണ്ടോ ക്ലീൻ. ഇതിനകത്ത് രാസവളം ഉപയോഗിക്കാറില്ല, മണ്ണിന്റെ ഘടന പോകും. കൂടുതലും ജൈവവളം ഇതിൽ 1800 അടി ഹൈറ്റ് ആണ് സമുദ്രനിരപ്പിൽ നിന്ന്. പിടിക്കും കാഫലം ഉണ്ടാകത്തില്ല.